രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞു. രാഹുലിന് പകരം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തുന്നത് കൂടുതൽ ഊർജ്ജം പകരുമെന്നാണ് UDF വിലയിരുത്തൽ. പ്രിയങ്കയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വയനാട്ടിലെ ജനങ്ങളോടുള്ള നീതികേടെന്ന് CPI നേതാവ് ആനി രാജ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇന്ന് രാവിലെയാണ് വയനാട് സീറ്റ് ഒഴിയുന്ന കാര്യം രാഹുൽ ഗാന്ധി സ്പീക്കറെ അറിയിച്ചത്. കത്തുമുഖേന ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. രാഹുലിന് പകരം പ്രിയങ്ക എത്തുന്നതിനെ വലിയ സന്തോഷത്തോടെയാണ് UDF പ്രവർത്തകർ സ്വാഗതം ചെയ്യുന്നത്. ഇന്ത്യ മുന്നണിയിലും കേരളത്തിൽ UDFലും പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം വലിയ ചലനമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. വയനാട് ഒഴിയുന്നത് രാഹുൽ ഗാന്ധി പെട്ടെന്നെടുത്ത തീരുമാനമല്ലെന്നും ജനങ്ങളോട് നേരത്തെ പറയാമായിരുന്നെന്നും CPI നേതാവ് ആനി രാജ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇത്തരമൊരു തീരുമാനം വളരെ പെട്ടെന്നെടുത്തല്ലേ, ഇത് ഈ മത്സരിക്കാനുള്ള രണ്ടാമതൊരു സീറ്റിൽ കൂടി മത്സരിക്കാനുള്ള തീരുമാനം വളരെ പെട്ടെന്നെടുത്താകാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അത് വയനാട്ടിലെ ജനങ്ങളോട് തുറന്ന് പറഞ്ഞുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിന് പോകാമായിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്ന അവരോടുള്ള ഒരു നീതികേട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. രാഹുൽ ഗാന്ധി ആരെയും വഞ്ചിച്ചിട്ടില്ലെന്നും രാജ്യത്ത് ആദ്യമായല്ല ഒരു നേതാവ് 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. രാജ്യത്ത് മുഴുവൻ ഈ വർഗീയതയ്ക്കെതിരായും ഫാസിസത്തിനെതിരായും പോരാടുന്ന മുന്നണി പോരാളിയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി. നെഹ്റു കുടുംബത്തിന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് എന്താണ് ബന്ധം? ഇന്ത്യയുടെ ഹൃദയത്തിൽ അഴിഞ്ഞുകയറുന്ന ബന്ധമാണ് ആ ബന്ധമുള്ളത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ രാജി കോൺഗ്രസിന്റെ നാടകമാണെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും വലിയൊരു മുഖത്തെ അന്ന് മത്സരിപ്പിക്കേണ്ടത് ഉറപ്പായിട്ടും ഇവിടെ കേരളത്തിലല്ലായിരുന്നു. അത് BJPയുടെ RSSന്റെ ശക്തികേന്ദ്രമായ വടക്കേ ഇന്ത്യയിലായിരുന്നു. ആ മത്സരത്തിന് അന്ന് കൂട്ടാക്കാതെ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ, എൻ്റെ വിശ്വാസം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ സമ്മർദ്ദമായിരിക്കാൻ കാരണമെന്നാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി വലിയ നേട്ടമുണ്ടാക്കിയ സാഹചര്യത്തിൽ ആരാകും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെന്നാണ് ഇനി അറിയാനുള്ളത്. ആനി രാജ മത്സരിക്കാനിടയില്ല. NDAയ്ക്കും പുതിയൊരു സ്ഥാനാർത്ഥിയാകും വയനാട്ടിലെത്തുക. ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.